പരിശുദ്ധമായ ഖുർആനിലെ നാം ഇത്തരം ചെന്നുകൊണ്ട് വന്നേ ഖുർആൻ മനുഷ്യ കഴിവുക അതീതമായിട്ടുള്ള മനുഷ്യ നിർമ്മിക്കുക അസാധ്യമായിട്ടുള്ള ഗ്രന്ഥം ചെന്നിട്ടാണ് ഞങ്ങൾ ചെന്നുകൊണ്ട് വന്നത്. അതൊക്കെ മൂന്ന് വിഷയത്തിലാണ് ഞങ്ങൾ സമർപ്പിച്ച്. ഒന്നാമത്തേത് ഖുർആൻ ചൊന്നു വെച്ചെങ്കിയത് ഫ്യൂച്ചറിൽ വേണ്ടെങ്കിയത്, അതായത് പിന്നെ ഭരണമുള്ള സംഭവത്തിൽ ഖുർആൻ ചൊന്നു വെച്ചതിൽ എല്ലാം കൃത്യമായിട്ട് നടന്നെങ്കിലത്തെ ഒരു വിഷയമാണത്. ഖുർആന്റെ അമാനുഷികതമാണ് രണ്ടാമത്തെ. രണ്ടാമത്തെ ഒരു വിഷയം ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മിയായിട്ടിരിക്കുന്ന സമയത്ത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓത്തുയർത്ത് കൊത്തില്ലാത്ത അനക്ഷരയായിട്ടിരുന്ന സമയത്ത് പോലും ഇങ്ങനെ ഒരു ഗ്രന്ഥം കൊണ്ടുവരണമെങ്കിൽ അത് ദൈവികമായിട്ടുള്ള ഗ്രന്ഥമാണ് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയെന്ന് ചൊല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വർഷമാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനെല്ലാം കൊടുക്കണോ അതെല്ലാം കൊടുത്തു തീർത്തറ. അത് അതിലൊരു ഉമ്മിയുണ്ട് അങ്ങനെയല്ല അർത്ഥം. പിന്നെ ബാലപാഠമില്ലാത്ത രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നിട്ടാണ്. മൂന്നാമത്തെ വിഷയം ഞങ്ങൾ ചൊന്ന ഖുർആന്റെ പ്രയോഗങ്ങൾ, ഖുർആൻ ചൊന്നെങ്കത്തെ ഓരോരോ പദങ്ങൾ, അത് നോക്കുമ്പോൾ അങ്ങനെ മനുഷ്യ കൊണ്ടുവരുന്ന സാധ്യതയില്ലാണ്ടാണ് ചൊന്നുകൊണ്ട് വന്നേ. ഇൻഷാ അല്ലാഹ് ആ ഖുർആന്റെ അമാനുഷികത വിഷയം നമ്മുടെ ചർച്ച നിപ്പാട്ടിയോണ്ടില്ല. ഇനി പരിശുദ്ധമായ ഖുർആൻ വലിയൊരു സംഭവമായിട്ടുള്ള ഗ്രന്ഥം ചൊല്ലത് എല്ലാവരും കൊണ്ടുണ്ട്. ഖുർആൻ ഓതുമ്പോൾ അവിടെ മലായിക്കങ്ങൾ ഇറങ്ങിയിട്ടാണ്. ഒരു മഹാന്റെ ചരിത്രത്തിൽ, ഒരു സ്വഹാബിമാരുടെ ചരിത്രത്തിൽ ചൊല്ലും, ആ സ്വഹാബി ഇങ്ങനെ ഓതുമ്പോൾ ആ സ്വഹാബിയുടെ ഒത്തിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ മുട്ട കെട്ടിവെച്ചെങ്കത്തെ കുതിര ഇങ്ങനെ ഒണ്ട ഇങ്ങനെ തുല്യോണ്ടിക്കിടുകയാണ്. ഈ സംഭവം പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേറ്റി പോയിട്ട് ആ സ്വഹാബി ചൊന്തു ഞാനിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ ആ ഒണ്ട ഇങ്ങനെ തുള്ളുക തുടങ്ങുന്നു. നബിയെ എന്തിരണ്ട് കൊന്തില്ല എന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലേ ആ ഒണ്ടേക്ക് അള്ളാഹുടെ റഹ്മത്ത് ഇറങ്ങിടത് കണ്ടുകൊണ്ടുണ്ട്. അള്ളാഹുടെ മലായിക്കങ്ങൾ ഖുർആൻ ഓതുന്ന പ്ലേസിൽ വന്നിട്ട് ഇറങ്ങിടത് കണ്ടുകൊണ്ടിരിക്കുക ഇന്നത് കൊണ്ടാണ് അതിങ്ങനെ തുള്ളി കളിക്കുള്ള കാരണമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത്. അതുപോലെ ഞങ്ങളുടെ ഖുർആന്റെ ഇമാമിങ്ങളിൽപ്പെട്ട ഇമാം നാഫി റളിയല്ലാഹു അൻഹു അയാൾ വിഷയത്തിൽ ചൊല്ലു കാന ഇദാ തകല്ലമ ശമ്മ മൻ ഫീഹി റീഹുൽ മിസ്കി. അയാൾ ഖുർആൻ ഓതുന്ന സമയത്ത് അയാളുടെ വായിൽ നിന്ന് എന്തിനമോ മിസ്കിയുടെ മനം, സുഗന്ധത്തെ മനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ ആ നാഫി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ ഖാലൂൻ ചൊല്ലേങ്കത്തെ വലിയ ഖുർആന്റെ ഇമാമാണ്. അയാളും അത്രേ, അയാൾ കാത് കേട്ടോണ്ടില്ല. പക്ഷെ ഖുർആൻ ആരെങ്കിലും ഓതുന്നത് കേട്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഉസ്താദോ അല്ലെങ്കിൽ ആരെങ്കിലും ഖുർആൻ ഓതുന്നത് കേട്ടെങ്കിൽ അയാൾക്ക് ആ ഖുർആൻ കേട്ടോണ്ടിരുന്ന് അതൊക്കെ പ്രതികരിച്ചുകൊണ്ടിരുന്നിട്ടാണ്. അപ്പൊ അത്രയും വലിയ വിഷയമാണ് പരിശുദ്ധമായ ഖുർആൻ. എല്ലാത്തും ശിഫാഉൽ ലിൽ മുഅ്മിനീൻ, എന്ത് വിഷയത്തും മറന്നുല്ലങ്കത്തെ ഒരു പരിഹാരമുല്ലങ്കത്തെ ഒരു കിതാബാണ് പരിശുദ്ധമായ ഖുർആൻ. ഖുർആനിൽ ഈ ലോകം ഉണ്ടാവിടെ മുന്നോലുള്ള വിഷയം, ഉണ്ടായാൽ പിന്നെ വിഷയം, ഈ ലോകം അവസാനിച്ചത് പിന്നെ പരലോകം വിഷയം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ഖുർആനാണ്. അതിലെ ഇന്ത്യത്തോളം ഒരാൾക്കും ചേഞ്ച് ആക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞങ്ങൾ ഇപ്പൊ വലിയൊരു കിതാബായിട്ട് കണ്ടെങ്കിലത്തെ ഈ സംവിധാനം എഴുതി വെച്ചത്തെ ആ പീഡി ഇതെല്ലാം ഉണ്ടല്ലോ, അത് കാലത്തനുസരിച്ച് ചേഞ്ച് ആക്കിക്കൊണ്ടുള്ളതാണ്. പക്ഷേ ഖുർആൻ ഇന്ത്യത്തോളം ഒരു അക്ഷരമാവട്ടെ, ഒരു പുള്ളിയാവട്ടെ, ഒരു ഹർക്കത്താവട്ടും ചേഞ്ച് ആക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ അത്രയും വലിയൊരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. അതിന്റെ മഹത്വം മനസ്സിലാക്കുക അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇലാ ഹദ്റത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓതിയ ഫാത്തിഹ സൂറത്തുൽ വിഷയം എല്ലാം അള്ളാഹു സ്വീകരിച്ചതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തുള്ള സർവ്വ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങളുടെ ഹദ്റത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്ത് അങ്ങനെ ബറക്കത്തും പൊറുത്തും കാവലും ഏത് സമയത്തും ഞങ്ങൾ ഔത്തും കുടുംബത്തിലും ജ്യേഷ്ഠാനുജന്മാരിലും